അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അടുത്തത് പറയാൻ പോകുന്നത് ഷംസിയായ അക്ഷരങ്ങളാണ്. അവകൾ താ, സാ, ദാൽ, ദാൽ, റാ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ദ്വാദ്, തോ, ലാ, ലാം, നൂൻ. ഈ 14 അക്ഷരങ്ങൾ ആണ് ഷംസിയ അക്ഷരങ്ങൾ. അലിന് ശേഷം ഇവ വന്നാൽ ഈ അക്ഷരങ്ങൾക്ക് ഷദ്ദ് കൊടുത്താണ് വായിക്കേണ്ടത്. ഉദാഹരണം: അത്തവാബ്, അസ്സവാബ്, അദ്ദൽവ്, അദ്ദാക്കിർ, അർറസ്, അസ്സഹർ, അസ്സമക്ക്, അശ്ശംസ്, അസ്സമദ്, അദ്വാഹിക്, അത്താവില, അല്ലാലിം, അല്ലാഹ്, അന്നൂർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ നമുക്ക് ഷംസിയായ അക്ഷരം വന്നതിനാൽ ഓതിയത് എങ്ങനെയാണെന്ന് നോക്കാം. ബിസ്മില്ല, അല്ല, അലാമിന് ശേഷം ലാമാണ് വന്നത്. അപ്പോൾ അവൾ എന്ത് ചെയ്ത്? രണ്ടാമത്തെ ലാമിന് ഷദ്ദ് കൊടുത്തു വായിച്ചു. ലാമ് ഷംസിയ അക്ഷരമായതുകൊണ്ട്. അപ്പൊ അല്ല, ബിസ്മില്ലാഹി. അർറഹ്മാനി, അവിടെ നോക്കൂ, ലാമിന് ശേഷം റാ ആണ് വന്നത്. അതും ഷംസിയ അക്ഷരമായതുകൊണ്ട് ആ റാന് ഷദ്ദ് കൊടുത്തു വായിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനി അർറഹീം. അവിടെയും അത് തന്നെയാണ്, ലാമിന് ശേഷം റാ വന്നതുകൊണ്ട് റാഇന് ഷദ്ദ് ചെയ്ത് വായിച്ചു. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ അല്ലിൻ്റെ ശേഷം വന്ന രണ്ടക്ഷരങ്ങൾ, ഒന്ന് ലാമും മറ്റൊന്ന് റാവുമാണ്. അപ്പോൾ ഷംസിയ അക്ഷരങ്ങൾ വന്നാൽ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ.